വളരെ ഹാപ്പി ഉണ്ട് സുഹൃത്തുക്കളെ. പിന്നെ എൻ്റെ കൂടെ മാഷാ അല്ലാ പിന്നെ ഒരു ഹാഫിളാണ്. പിന്നെ 6 വയസ്സ് മാത്രമായിട്ടുള്ളൂ. മാഷാ അല്ലാ. മുഹവ്വിസ് എന്നാണ് പേര്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരിചയപ്പെടണം. 6 വയസ്സാകുമ്പോഴുള്ള കുസൃതി നിങ്ങൾ ആലോചിക്കുക. പക്ഷെ അതിനിടയിൽ 1 വർഷം കൊണ്ടാണ് ഖുർആൻ മുഴുവനായിട്ടും പിന്നെ ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ളത്. എന്താ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താ പറയുക, 2 വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാളാണ്. സൂപ്പർ ടാലന്റഡ് കിഡ് അവാർഡും കിട്ടിയ ഒരാളാട്ടോ നിങ്ങൾ. ചെറിയ ആളൊക്കെ ഖുർആൻ റെസിറ്റേഷൻ, ഖുർആൻ മെമ്മറൈസിങ്, ഓർമ്മയിൽ പിന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ്. അപ്പം ഇന്ന് വീഡിയോ മിസ് ചെയ്യരുത്. ഞാനെന്താ പറയുക, ഇവന് കളിക്കുന്ന ഇടയിലാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഓതാനൊക്കെ ചില മടിയുണ്ട്. പക്ഷെ ബ്രില്യൻ്റ് ആണ്, എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് കിഡാണ്. പിന്നെ നമുക്ക് നോക്കാം. ഫസീല. പിന്നെ ഇതാരാ? മമ്മ. പേരെന്തായിരുന്നു നിങ്ങൾ? ഫസീല. ഇത് ഇവിടുത്തെ പിന്നെ ടീച്ചറാണ്. ഓക്കെ, സന്തോഷം. എങ്ങനെയുണ്ട് നിങ്ങളെ കുട്ടി? സ്റ്റുഡന്റ് എങ്ങനെയുണ്ട്? ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. سورة آل عمران. ألف لام ميم الله لا إله إلا هو الحي القيوم. سورة النساء. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله. ما شاء الله. سورة الأنفال. يسألونك عن الأنفال قل പിന്നെ എങ്ങനെ ഇവിടെ എത്തിയത്? വെർച്വൽ എങ്ങനെ എത്തി? വെർച്വൽ ആക്ച്വലി കുട്ടി ഞാൻ സ്കൂളിൽ എൻറോൾ ചെയ്തത് 2 ഇയേഴ്സിൽ ചെയ്തു, PKG ആക്ച്വലി. സോ അപ്പോൾ 1 ഇയർ എക്സ്ട്രാ ഒരു കിട്ടി, ബിക്കോസ് 4 ഇയേഴ്സിൽ UKG കംപ്ലീറ്റ് ചെയ്തു. സോ 5 ഇയേഴ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എൻറോൾ ചെയ്യാൻ പോസിബിൾ അല്ല, ബിക്കോസ് ഹി നീഡ്സ് ടു ബി 6. അപ്പോൾ ഒരു 1 ഇയർ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതോടൊപ്പം മെമ്മറൈസിങ് കാലിബർ എന്തോ സംതിങ് സ്പെഷ്യാലിറ്റി ഉണ്ട് തോന്നുന്നു കുട്ടിക്ക്. എന്താണ് മെമ്മറൈസിങ് പെട്ടെന്ന് ചെയ്യും. എങ്ങനെ? അതിനൊരു ഉദാഹരണം എൻ്റെ പ്രേക്ഷകർക്കൊന്ന് പറയാം, വ്യൂവേഴ്സിനൊന്ന് ഷെയർ ചെയ്യാം. നോട്ടീസ് ചെയ്തത് കുട്ടി ബേബി ആയിരിക്കുമ്പോഴാണ് നോട്ടീസ് ചെയ്തത്. ലൈക്ക് 1 ഇയർ ആ ഒരു ഏജിലാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ലൈക്ക് ഐ വാസ് ആക്ച്വലി ഫീഡിങ് ഹിം. അപ്പോൾ കുട്ടിയുടെ ഞാനൊരു സൂറ മുൽക്ക് ഓതുണ്ടായിരുന്നു ആക്ച്വലി. സോ ആ ടൈമിൽ ഞാൻ പോസ് ചെയ്ത ടൈമിൽ ബേബി എൻ്റെ ഫേസ് നോക്കിയിട്ട് നെക്സ്റ്റ് ആയ റിസൈറ്റ് ചെയ്തു ഇൻ ബേബി ലാംഗ്വേജ്. അന്ന് ഒരു വയസ്സ്. യെസ്. ഓക്കെ. സോ അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. സോ ഐ തോട്ട് ഓക്കെ ഹി ഈസ് ഗ്രാസ്പിംഗ്. ലോക്ക്ഡൗൺ ആയിരുന്നു 2 ഇയേഴ്സിൽ ഞാൻ എൻറോൾ ചെയ്യുമ്പോൾ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഐ തോട്ട് ഓക്കെ ഐ വിൽ മൂവ് ഫോർവേഡ്. ഇഫ് ഹി ഈസ് ഗ്രാസ്പിംഗ് അങ്ങനെ മൂവ് ചെയ്യാം വിചാരിച്ചു. സോ ഹി വാസ് ഗ്രാസ്പിംഗ്. 2 ഇയേഴ്സിൽ PKG കഴിഞ്ഞു, LKG 3 ഇയേഴ്സിലും 4 ഇയേഴ്സിൽ UKG ഇങ്ങനെ കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് ഇയർ ഹിഫദിന് വേണ്ടി ആക്ച്വലി അൽഹംദുലില്ലാഹ് ഐ ഗോട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം വെർച്വ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആട്ടത് വെർച്വ. അതിൻ്റെ മുന്നിലാണ് ഞാൻ ഉള്ളത്, ദ വെർച്വ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. മാവസിന് ഇഷ്ടപ്പെട്ട സൂറ ഓതിക്കോ. حميد عين سين قاف كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم. ഈ കുട്ടിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താ പറയുക, പിന്നെ വേൾഡ് റെക്കോർഡുകൾ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം. ഇവന് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ കളിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവന് മൈൻഡ്, പക്ഷേ അൽഹംദുലില്ലാഹ് വലിയ കഴിവുള്ള കുട്ടിയാണ്, ഭയങ്കര സ്കില്ലുള്ള കുട്ടി. എന്തൊക്കെ റെക്കോർഡാണ് കിട്ടിയിട്ടുള്ളത്? വേൾഡ് റെക്കോർഡ് 2 വേൾഡ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. 1 സൂപ്പർ ടാലന്റഡ് കിഡ് അവാർഡ്. ഫസ്റ്റ് വേൾഡ് റെക്കോർഡ് ഫോർ റിസൈറ്റിംഗ്
30th para ലാസ്റ്റ് ജ്യൂസ് ഇൻ 1 sitting at the age of 5. 5 yearsൽ ഫസ്റ്റ് റെക്കോർഡ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് റെക്കോർഡ് ഫോർ റിസൈറ്റിംഗ് 5 paras കണ്ടിന്യൂസ്ലി ഇൻ 1 sitting at the age of 5 year 4 months. 5 yearsൽ തന്നെയാണ് സൂപ്പർ ടാലന്റഡ് കിഡ് അവാർഡും കിട്ടിയത്. ഇനി വെർച്വലിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ ഓൺലൈനിൽ ഒരുപാട് കുട്ടികളെ ഹാഫിളാക്കിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും സന്തോഷം. എങ്ങനെയുണ്ട് ഈ കുട്ടിയെക്കുറിച്ച്? സുബ്ഹാനല്ലാഹ്, മുആവിസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായമാണെങ്കിലും പക്ഷെ സുബ്ഹാനല്ലാഹ് നമ്മൾ കൊടുക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അവന് വേഗം ഗ്രാസ്പ് ചെയ്തെടുക്കും. ഇവൻ ഇപ്പം അവന് ലെസൺസ് തരുന്ന സമയത്ത് തന്നെ ആ വേർഡ്സിന്റെ മീനിങ് നമ്മളോട് ചോദിക്കും. ആ ഒരു വേർഡിന്റെ മീനിങ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആയാസ് അവൻ ഓതുന്ന സമയത്ത് സെയിം മീനിങ് ഉള്ളത് അവന് കണക്ട് ചെയ്തിട്ട് ഇതിന് ഈ മീനിങ് അല്ലേ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവന് സുബ്ഹാനല്ലാഹ് ഓരോ ആയനെയും കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരും. അല്ലാഹു മുബാരിക്. അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് ഇപ്പം അവന് കളിക്കുന്നതുകൊണ്ട് അഥവാ ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു പേജ് ഇത്രാമത്തെ പേജിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അതവന് പറഞ്ഞു തരും. ശരിക്കും അവൻ്റെ ആ ഒരു പഠന രീതി എന്നുള്ളത് ബാക്കിയുള്ള വലിയ നമുക്കും കൂടെ ഭയങ്കര മോട്ടിവേഷനാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ? ഇപ്പോൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ടോ? എത്ര കുട്ടികളുണ്ടാവും? ഇപ്പോൾ 9 കുട്ടികൾ. 9 കുട്ടികൾ താമസിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് ഈ ഉമ്മയുടെ ഒരു എഫേർട്ട് വളരെ വലുതാണ്. നിങ്ങളുടെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ് അല്ലേ? ഇവിടെ താമസിച്ച് പഠിക്കുകയാണ്. പാലക്കാട്ടിൽ നിന്ന് ഈ രണ്ടത്താണി വന്നിട്ട് ഇവിടെ താമസിച്ച് പഠിക്കുകയാണ് അല്ലേ? 1 kilometer away സ്റ്റേ ചെയ്ത് പഠിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. ആക്ച്വലി നിങ്ങൾ എന്ത് പഠിച്ചതാണ്? എം.കോം കംപ്ലീറ്റ്. ഇപ്പോൾ ജോലി എന്തോ ചെയ്തിരുന്നത്? അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ്. ഇവൻ്റെ ഫാദർ ഡോക്ടറാണ്, MD, ഫിസിഷ്യൻ, ജനറൽ ഫിസിഷ്യൻ. എവിടെ വർക്ക് ചെയ്യണത്? ഹീസ് ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം. ഇപ്പോൾ കറന്റ് പാലക്കാടിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എന്താ പറയുക, ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഒരു പ്രോഗ്രാമിന് അല്ലേ, ഏതോ ഒരു പ്രോഗ്രാമിന് ഞാൻ കോട്ടക്കൽ ബൂണിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അന്ന് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവിടെ പങ്കെടുത്ത് അവരുടെ പാരൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 300ഓളം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളെ, അതായത് ഭിന്നശേഷിക്കാരെ സൗജന്യമായിട്ട് ഈ സ്ഥാപനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷം.